അമ്പമ്പോ അമ്പടകേമ കുന്നംകുളത്തങ്ങാടി അച്ഛനും അമ്മയുമല്ലാതെല്ലാം കിട്ടണരങ്ങാടി ആരെന്തൊക്കെ ചെന്നാലും നാടാകെ പേരുള്ളങ്ങാടി പ്രാണൻ പോലെ വ്യാപാരം കാണുന്നു പാവം അങ്ങാടി ആത്താറ്റ് പള്ളിയിലെ ഔസേപ്പ് കത്തനാർ കെങ്കേമമാക്കിയൊരങ്ങാടി കുന്നും കുളങ്ങളും ചേരുന്ന നാടിലെ കുന്നംകുളം എന്നായ പേര് അങ്ങാടി അങ്ങാടി ഇത് കുന്നംകുളത്തങ്ങാടി അങ്ങാടി അങ്ങാടി കുന്നംകുളത്തങ്ങാടി അങ്ങാടി അങ്ങാടി ഇത് കുന്നംകുളത്തങ്ങാടി അങ്ങാടി അങ്ങാടി കുന്നംകുളത്തങ്ങാടി പരമപുരാതനനാകും വണികൻ വണികനു പേരോ കോരാ കോരാ അവനു കിടാങ്ങളു കുരുവിള പ്രാഞ്ചീന്തേന്തത്ത തകതത്താരിത്ത തകതത്തുതത്തി വേറെ വഴിക്കൊരു കച്ചോടം കൂടണയാനൊരു തറവാട് തലമുറയുടെ തറവാട് പ്രാഞ്ചേരിക്കട മേലാള് കുരുവിയടക്കട രാജാവ് കോഴി കൂകും ഒരു നേരം തൊട്ടിന് ചിന്തയിൽ അത് മാത്രം കാണണ്ടേ കാണണ്ടേ മാളോരെ കാണണ്ടേ ആനത്തലയോളം ചേനക്കാര്യം വേലകളും പല വേലികളും നടുതല്ലിയലച്ചു ചിരിക്കണ ചരിതം അമ്പട അമ്പമ്പോ എന്റെ കർത്താവേ ഈ പെണ്ണുങ്ങളുടെ ഒരു കാര്യം ആലിസേ സൂസേ ഒന്ന് എണീറ്റടി എന്തൊട്ട് പറ്റിയ രണ്ടാൾക്കും എന്തൊട്ട് പറ്റിയേ അയ്യോ നീ ബോധം കേടല്ലേ അവിടെ ഇരിക്കേ ഇനി ഒരു നിമിഷം പോലും ഞങ്ങൾ ജീവിച്ചിരിക്കില്ല. ഞങ്ങളുടെ കെട്ടിയമ്മന് വരുന്നതിന് ഞങ്ങൾ ചത്താ മതി. നിങ്ങൾ ചത്തായി പ്രശ്നം തരുമോ? എങ്ങനെ അവരിക്കടെ മുഖത്ത് നോക്കൂ. കണക്കായി പോയി. ഭർത്താക്കന്മാരെ അറിയാണ്ടേ ഇമാതിരി പണിയൊക്കെ ചെയ്താലേ ചിലപ്പോ അനുഭവിക്കേണ്ടി വരും. നിങ്ങൾ മിണ്ടരുത് കേട്ടോ. നിങ്ങളുടെ വാക്ക് കേട്ടിട്ടില്ല ഞങ്ങൾ അങ്ങനെയൊക്കെ ചെയ്തത്. എന്തൊരു വാക്ക്? സംഗതിയൊക്കെ ശരി തന്നെയാ, സംഭവിച്ചു പോയില്ലേ. രൂപ 1 അല്ല 1.5 ലക്ഷമാണ് അറിയാമോ? അതിനിടെ അത് മുഴുവനും പോവില്ലടി. 50,000 രൂപ തിരിച്ചു കിട്ടും. ഒന്നാമത് ഈ പലിശക്ക് എടുത്ത അത്ര വലിയ പ്രശ്നക്കാരനൊന്നുമല്ല. മറ്റവൻ ഇനി എന്താ ചെയ്യാ? അവൻ ഇനി വല്ല ഗുണ്ടയോ മറ്റോ ആണോ ആലീസേജി? എനിക്കുണ്ടറിയണു, നിങ്ങൾ ഭർത്താക്കന്മാരെ അറിയാണ്ട് പണം പലിശക്ക് കൊടുക്കണു. ഞാൻ അയാളെ വിളിച്ചോണ്ട് വന്നത്. നിങ്ങ എന്താണ് ഇങ്ങനെയൊക്കെ പറയണ? ഞങ്ങൾ ആണുങ്ങൾക്കാണ് പലിശക്ക് കൊടുത്തത്, അവർക്കിടെ പെണ്ണുങ്ങൾക്കല്ലേ? എന്തായാലും തിരിച്ചു കിട്ടുന്ന ഉറപ്പുള്ളവർക്ക് വേണ്ട കൊടുക്കാനായിട്ട്. ദേ നോക്കിയേ, ഐഡിയ ഒക്കെ പറഞ്ഞത് ഞാൻ തന്നെയാ, പക്ഷെ ആൾക്കാരെ കണ്ടുപിടിച്ചത് നിങ്ങളല്ലേ. പ്രാഞ്ചിയുടെ സൂക്ഷിച്ചു വയ്ക്കാൻ തന്ന കാശാത്. എന്റെ ഭർത്താവ് എനിക്ക് കൈയും കാലും വരച്ചിട്ട് എന്തുട്ടിന് കയ്യും കാലും വരക്കണേ? കുരുവേട്ടൻ സ്കൂളില് പിള്ളേർക്ക് ഡൊണേഷൻ കൊടുക്കാൻ വേണ്ടി തന്ന പൈസയാണ്, അതാണ് പോയത്. എനിക്ക് വയ്യ. ഇനിയിപ്പൊ നമ്മൾ എന്താ ചെയ്യാ ചേച്ചിയെ? കിട്ടിയാ കിട്ടി. ഞാൻ പറയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഭർത്താക്കന്മാരെ ഞങ്ങള് പലിശക്ക് കൊടുത്തെന്നറിഞ്ഞാൽ തന്നെ ഞങ്ങൾ വീട്ടിൽ നിന്ന് പുറത്താക്കും. അതിന്റെ കൂടെ അത് കിട്ടില്ല എന്നും കൂടി ആണെന്ന് കഴിഞ്ഞാൽ അതെ, ഇങ്ങോട്ട് നോക്കിയേ, ഇങ്ങോട്ട് നോക്കിയേ, ഞാൻ പോവാ. എനിക്ക് വയ്യ നിങ്ങളുടെ കെട്ടിയന്മാരെ ആട്ടേക്കാൻ. ഏയ് വിട് 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 വിട്, ഞാൻ പോട്ടെ. ചേച്ചി ഇനിയിപ്പൊ നമ്മൾ എന്താ ചെയ്യാ ചേച്ചിയെ? നമുക്കൊരു കാര്യം ചെയ്യാം, തൽക്കാലം ഒന്നും സംഭവിക്കാത്ത പോലെ നിക്കാം. എന്നിട്ട് പണം കൊണ്ടുണ്ടും പോയവരുണ്ടല്ലോ, ആരെയും കൊണ്ട് ഭീഷണിപ്പെടുത്തിയാലോ? ആരെയും കൊണ്ട് ഭീഷണിപ്പെടുത്താൻ ചേച്ചി?
അത് ഇക്കാര്യം ഞാൻ ഏറ്റെടുക്കാം. നിങ്ങളുടെ കയ്യിൽ നിന്നേ കാശ് വാങ്ങിയ പെമ്പിള്ളേര് വലിയ കുഴപ്പമില്ല. പക്ഷെ ഭർത്താക്കന്മാര് ലോകത്തറകളാണ്. ഉക്രു, ഞങ്ങൾക്ക് വേറെ ഒരു വഴിയില്ലാത്തോണ്ടല്ലേടാ. വേറെ ആരറിയിക്കാനും നിർത്തിയില്ല. നോ പ്രോബ്ലം. പക്ഷേ ഞാൻ അങ്ങോട്ടൊരു സഹായം ചെയ്യുമ്പോൾ ഇങ്ങോട്ടൊരു സഹായവും ഞാൻ പ്രതീക്ഷിക്കില്ലേ? എന്തൊട്ട് സഹായം? ഞാനേ ഫേസ്ബുക്കിലൂടെ ചാറ്റ് ചെയ്തിട്ടേ ഒരു പെൺകുട്ടിയായിട്ട് ലൈനായിട്ടുണ്ട്. അവളിപ്പോൾ എൻ്റെ കൂടെ ജീവിക്കാനായിട്ടേ ഇറങ്ങി വന്നിട്ടുണ്ട്. കർത്താവേ, എവിടാ? അവളിപ്പോൾ എന്നെ വെയിറ്റ് ചെയ്ത് കുന്നംകുളം ബസ് സ്റ്റാൻഡിൽ നിൽക്കുകയാണ്. 2 ദിവസം ഇവിടെ കയറ്റി താമസിപ്പിക്കണം. 3-ാം ദിവസം അവളെ ഞാൻ കൊണ്ടുപോകണം. അതെന്തുവാടാ ഈ 2 ദിവസത്തെ കണക്ക്? അപ്പോഴേക്ക് എനിക്ക് പെരുമ്പരാവിലെ വാടകയ്ക്ക് വീട് ശരിയാവും. ഉക്രു, ഞങ്ങ പലിശ കൊടുത്തതിനേക്കാളും വലിയ പ്രശ്നം കൂട്ടായത്. ഏട്ടന്മാർ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവസ്ഥ എന്തായിരിക്കും നിനക്ക് അറിയാമോ? ഇതൊന്നും നടക്കൂല, നീ പോയിക്കണ്ടേ? വേണ്ടെങ്കിൽ വേണ്ട, ഞങ്ങൾ ലോഡ്ജിൽ റൂം എടുത്തോളാം. അതെ, നിങ്ങളായി നിങ്ങളുടെ പാടായി. പോവല്ലേടാ. എന്ത് പറഞ്ഞിട്ടാ ഞങ്ങൾ അവളെ ഇവിടെ നിർത്തുക? അവൾ എന്ത് പറഞ്ഞു നിർത്തിയാലും വേണ്ടില്ല. പക്ഷേ അതല്ല പ്രശ്നം. പിന്നെ അവളിവിടെ കയറിയ കുഴപ്പമില്ല, അവൾക്ക് എങ്ങനെയും കയറാം. പക്ഷേ എന്നെ കയറ്റില്ലല്ലോ ചേട്ടന്മാര്. അതെന്തായാലും നടക്കൂല. പ്രത്യേകിച്ച് ഒരു പെങ്കൊച്ചല്ലപ്പോ നിന്നെ 7 അയല തടിപ്പിക്കൂല. അല്ല, സംഗതി നമ്മുടെ ഏതെങ്കിലും ബന്ധത്തിലുള്ളയാന്ന് പറയാം. ഇവിടെ എവിടെയെങ്കിലും വല്ല ഇന്റർവ്യൂവിന് വന്നതാണെന്നും പറയാം. പക്ഷെ അതൊന്നല്ല, അവൾ ഇവിടെ നിർത്തും വേണം, കൂടെ എനിക്ക് കയറി താമസിക്കാൻ പറ്റും വേണം. അങ്ങനെ എന്റെ മോൻ ജന്മത്തെ സ്വപ്നം കാണണ്ടോ നോട്ടക്കുല്ല. ഓ, എന്നാലേ നിങ്ങളായി നിങ്ങളുടെ പാടായി, ഞാൻ പോവാ. അയ്യോ ഉക്രു, പോവല്ലേടാ നീ. അതെ ചേച്ചി, നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നെന്ന് ആലോചിച്ച് നോക്കാം. എനിക്ക് ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടണില്ല എന്റെ സൂസേ. നോക്ക് എന്തെങ്കിലും. അതെ, അവളായിട്ട് നിർത്തിയല്ലേ പ്രശ്നമുള്ളൂ. നമുക്ക് അവനായിട്ട് നിർത്തിക്കൂടെ? അവനായിട്ടോ? മനസ്സിലായില്ല? ഇല്ല. ചേച്ചിക്ക് മനസ്സിലായില്ല? അതെ, അവളെ നമുക്ക് അന്വേഷണം കിട്ടിക്കാം, ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ. അപ്പോ വലിയ കുഴപ്പമില്ലല്ലോ. ഇവിടെ കയറ്റും ചെയ്യാം, എന്റെ കൂട്ടുകാരെന്ന് കള്ളം പറയുകയും ചെയ്യാം. അത് ചതിയല്ലേടാ. ഓ, നമ്മുടെ ചേട്ടന്മാരെ പറ്റിക്കുന്നതിന് തുല്യല്ലേ അത്? 1-1.5 ലക്ഷം രൂപ പലിശക്ക് കൊടുത്ത് ചേട്ടന്മാരെ പറ്റിക്കാം. ഇപ്പൊ ഇതാണ് പ്രശ്നം. എന്തായാലും നമ്മളെല്ലാവരും കുടുങ്ങി. അപ്പൊ ആ പ്രശ്നത്തിൽ നിന്ന് ഊരിപ്പോരണ്ടേ? വേറൊരു വഴിയിലട്ടാ. വേറൊരു കുടുക്കല്ലേ? അങ്ങനെയൊന്നും പറയണ്ട. ആകെ 2 ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ. അവരറിയാണ്ട് നമുക്കത് ഡീൽ ചെയ്ത പോരെ? എടാ ഉക്രു, ഈ കൂട്ടുകാരനായിട്ട് നീ എന്തിനാണ് ഇവിടെ വന്ന് നിക്കണേന്ന് വെച്ചാൽ ഞങ്ങൾ എന്ത് പറയൂടാ? അത് വിഷയല്ല. എന്റെ വീട്ടില് കൂട്ടുകാരനെ കയറ്റി താമസിക്കാൻ പറ്റില്ലെന്ന് പറയാം. ഒരു സൗകര്യമില്ല, കക്കൂസ് സുഹൃത്തുക്കളില്ല, ഒരു സംഭവമില്ല. അങ്ങനെയൊക്കെ പറഞ്ഞ അവർ വിശ്വസിക്കില്ലേ? വിശ്വസിക്കോ? കൂടുതൽ ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളുടെ 1.5 ലക്ഷം രൂപ ഞാനങ്ങ് മേടിച്ചു തരാം. അത് വേണം. വേണ്ടേ? പറ, ഡീൽ ഓർ നോ ഡീൽ? അല്ല, അത് പിന്നെ ഡീൽ ഓർ നോ ഡീൽ? ഡീൽ 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 ഡീൽ. അല്ലേ? കുന്നംകുളത്തങ്ങാടി കുന്നംകുളത്തങ്ങാടി എന്റെ പ്രൊഫൈൽ പിക്ചർ എങ്ങനെയുണ്ടായിരുന്നു? ഇതില് നേരിട്ട് കാണാൻ ഭംഗിയില്ലേട്ടാ. ഡാനിയുടെ വീട് ഇതാണോ? ഡാനിയോ? അതാരാ? ചേച്ചി, FB അക്കൗണ്ടിൽ എന്റെ പേര് ഡാനി എന്നാട്ടാ. അപ്പൊ ശരിക്കുള്ള പേരല്ലേ? ഈ ശരിക്കുള്ള പേര് എന്താ? നമ്മുടെ സമ്മതം ഇല്ലാണ്ട് നമ്മുടെ മാതാപിതാക്കന്മാർ നമുക്കിടുന്ന പേര്. ഓരോ മാതാപിതാക്കന്മാരും അവരുടെ വിദ്യാഭ്യാസവും കൾച്ചർ അനുസരിച്ചായിരിക്കും അവർ മക്കൾക്ക് പേരിടുക. അതൊക്കെ നമ്മൾ അംഗീകരിക്കേണ്ട വല്ല കാര്യമുണ്ടാ? അത് ശരിയാ. ചിലപ്പോ സ്ത്രീകൾ തന്നെ മക്കൾക്ക് പേരിടുന്നത് പൂർവ്വകാമുവിന്റെ ഓർമ്മ നിലനിർത്താനായിരിക്കും. ഭർത്താവിന്റെ അതറിയുന്നു. ഈ പുരുഷന്മാരങ്ങനൊക്കെ തന്നെയാണ്. അവര് തനിക്ക് കിട്ടാതെ പോയ കാമുകിയുടെ പേര്, അല്ലെങ്കിൽ തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമാ നടിയുടെ പേര്, അവരതൊക്കെ ഇടുക. കർത്താവേ, ഇതിലിങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നല്ലാണ്ട് സൂസേ, നീ പ്രാഞ്ചിനോട് തഞ്ചത്തിലൊന്ന് ചോദിക്കോ? എന്ത്? കുരുവേട്ടിന് ഡെയ്സി എന്ന് പേരുള്ള ആരെങ്കിലും ആയിട്ട് എന്തെങ്കിലും? പോരേശി വെറുതെ. അല്ലടി, എബി എന്ന് പേരുള്ള ആരെങ്കിലും നിന്റെ പരിചയത്തിലുണ്ടായിരുന്നു? അല്ല, പേരാ. അല്ല, നമ്മ ഇങ്ങനെ വാചകം അടിച്ചു നിന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ്? ഞാനും അത് പറയാൻ നിൽക്കുമായിരുന്നു. ഉച്ചയ്ക്ക് കാര്യമായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കണ്ടേ? വിരുന്നുകാരൊക്കെ ഉള്ളതല്ലേ? അയ്യോ, വിരുന്നുകാര്. നീ എന്തൊട്ട് ധൈര്യത്തിലടി ഇവൻ ചാറ്റ് ചെയ്തപ്പോ കൂടെ ഇറങ്ങി പോന്നത്? തറവാട്ടി പറഞ്ഞ പെണ്ണുങ്ങളൊന്നും അങ്ങനെ ചെയ്യാൻ പാടില്ല.
നിന്നെ വളർത്തി വലുതാക്കിയവർക്ക് എന്തോരം വിഷമമായിട്ടുണ്ടാവും. അവരെങ്ങാനും പോലീസിൽ പരാതി കൊടുത്താൽ നിന്നെ സംരക്ഷിച്ച കേസിന് ഞങ്ങളും കൂടി കുറ്റക്കാരാവൂലേ? അതെ, ഞങ്ങൾ ന്യൂ ജനറേഷൻ പിള്ളേരാട്ടാ. ഉപദേശം നിങ്ങളെ ഏൽക്കില്ല. ഒരു പാരട്ടാലേ ഇങ്ങോട്ടും വേണം അങ്ങോട്ടും വേണം. ഏട്ടന്മാര് പറഞ്ഞേക്കാൻ മുന്നേ ഇവളെ ആണാക്കി മാറ്റണ്ടേ? വാ. ഞങ്ങൾ അവളെ ആണായിക്കോളാം. നീ അവിടെ ഇരുന്നേച്ചാ മതി. എവിടെയാ മേക്കപ്പ് സാധനങ്ങളും? മേക്കപ്പ് സാധനങ്ങൾ അകത്ത് വെച്ചിട്ടുണ്ട്. ഞാനും കൂടി വന്ന് ഹെൽപ്പ് ചെയ്യാ. മനസ്സിലായി. ബാടി ഇങ്ങോട്ട്. ഏയ് ആലി ചേച്ചി, ഞാൻ കൂടി വരാന്ന്. അവിടെ ഇരിക്കടാ. എന്തൊട്ടിഷ്ട ആണുങ്ങളെ മേക്കപ്പ് എനിക്ക് നന്നായിട്ട് അറിയാം. നീ ഒന്നും ചെയ്യണ്ട, എനിക്കറിയാം എന്താ ബെസ്റ്റ് ആയിട്ട് ചെയ്യും. നീ ഇവിടെ നിന്നെങ്ങാനും അറിഞ്ഞ നിന്റെ മുട്ടുകാല് തല്ലി പിടിക്കും ഞാൻ. ഞാൻ ഞൊണ്ടി വരും. മേക്കപ്പുകാരൻ വന്നേക്കണ്. ആവശ്യമില്ലാത്ത കാണിക്കാൻ അറിയാം നീ. നന്നായിട്ടൊക്കെ ചെയ്യാനട്ടാ. എന്തേലും സഹായം വേണമെങ്കിൽ വിളിച്ചോ. ആര് വിളിക്കാനാണോ? 3 ദിവസം വെറുതെ. ചെലവുണ്ടാ എന്തുടി ചെലവ്? നിങ്ങളുടെ ലാപ്പിന്റെ ഉക്രന്റെ കല്യാണം കഴിഞ്ഞെ. ഉക്രൂന്റെ കല്യാണം പിന്നെ ഏതാ പെൺകുച്ചി? ഏത് പെൺകുച്ച്? ഇന്ന് ഉച്ച നേരത്തെ ആ ഒരു പെൺകുട്ടിയായിട്ട് ബൈക്ക് വരുന്നത് പോയിരുന്നല്ലോ. അതാ അവന്റെ കൂടെ പഠിക്കണ അവന്റെ കൂട്ടുകാരവിടെ. അത് ശരി. അപ്പൊ ശരി, ഓക്കെ. ഈ ചെക്കെന്ത് പുലിയാലോ ഒപ്പിച്ചാണോ? എന്നിട്ട് ആളെവിടെയാ? ടോബി മോനെ, മോനെ ടോബി. ടോബി അല്ലേ? എവിടെ വീടെന്ന് പറഞ്ഞ? കൊല്ലം. കൊല്ലം. എന്താ സംസാരിക്കില്ലേ? അല്ല, ടോബിക്ക് തൊണ്ടവേദനയാ. അതെ. ഇവനെ പോലൊന്നല്ല, അവനൊരു പാവ. എവിടെന്നാ നിങ്ങള് പരിചയം പറഞ്ഞ? ഫേസ്ബുക്കിൽ ചാറ്റ് ചെയ്തിട്ടേ. അതുകൊണ്ടാണ് അപ്പച്ചൻ വീട്ടിൽ കയറ്റാത്ത. ഫേസ്ബുക്കിലുള്ള കൂട്ടുകെട്ടൊന്നും ശരിയല്ലാന്നാണ് ഇളയപ്പൻ. വീട്ടിലെ കേട്ടില്ല. ഞാൻ പറഞ്ഞു ഫേസ്ബുക്കിലൂടെ കൂട്ടുകാരിനൊന്നല്ലോ, കൂട്ടുകാരനല്ലേ കൊടുന്നേക്കണേ, പിന്നെന്താ? കുറച്ചു ദിവസം അവരിവിടെ നിന്നോട്ടെ അല്ലേ, പാവങ്ങള്. അല്ല, ഇവിടെ നിക്കട്ടെ, നമ്മുടെ വീട്ടിലെ കുറച്ചു ദിവസല്ലേ. അതിന് കുഴപ്പമൊന്നുമില്ല അല്ലേ? നിന്നോ നിന്നോ നിന്നോട്ടാ. പേരെന്താ പറഞ്ഞ? ടോബി. ടോബി. എന്താ നിങ്ങള് ടോബി വിൽക്കാൻ നടക്കുക? ടോബിയെ, ടോബി എന്തെങ്കിലും പുഴക്കുള്ള ഷർട്ടൊക്കെ ഇട്ടിരിക്കണേ? ഒരു നല്ല ഷർട്ട്, ഞാൻ നല്ലൊരു ടീഷർട്ട് തരാം. ഇപ്പൊ ഇതാത്ര ഫാഷൻ. ഇതാണ് ടോബിക്ക് ഇഷ്ടം അല്ലേ ടോബി? എനിക്ക് അത് അങ്ങോട്ട് ഒരു കംഫർട്ടബിൾ ആയിട്ട് തോന്നി. വന്നേ കേട്ടോ ടോബി, എനിക്ക് കൊല്ലത്ത് ഒരു സുഹൃത്തുണ്ടായിരുന്നു. ഞങ്ങള് കൊറേ കാലമായിട്ടുള്ള സുഹൃത്തുക്കളാ. ഏകദേശം നിന്റെ പോലെ തന്നെ മുഖച്ചായൊക്കെ. ഇവനെങ്ങനെയാ നിന്നെ പോലെ തണ്ണിയൊക്കെ അടിക്കൂ? അവൻ അടിക്കില്ലേ? അത് കണ്ടറിയാം. ഇനി ഇളയപ്പൻ എങ്ങനെ അവൻ നിന്റെ കൂടെ ഇവിടെ വന്ന് താമസിക്കുന്ന അറിഞ്ഞ് വല്ല പ്രശ്നം ഉണ്ടായാ നീ സോൾവ് ചെയ്യണട്ടാ. എന്താടി? ഇതെന്താ ഈ പെണ്ണ് തോബിയുടെ പിന്നാലെ? എന്റെ ബാലഗോപാലനെ എണ്ണ തേപ്പിക്കുമ്പോ പാടടി. പ്രാഞ്ചി, എന്താ നിന്റെ പ്ലാൻ? ഞാനിവനെ നമ്മുടെ കുളത്തിലേക്ക് ഒന്ന് കൊണ്ടുപോവാ. ഇവരൊന്നും നീന്തി കുളിച്ച് വളർന്നവരല്ലോ. അയ്യോ സൂസേ, സൂസേ, നമ്മുടെ പ്രാഞ്ചിയെ ടോബിനെ നീന്തൽ പഠിപ്പിക്കാൻ കൊണ്ടുപോയി. ടോബി അത് പ്രാഞ്ചിയേട്ടാ, അത് ഞാൻ വന്നിട്ടല്ലേ ഉള്ളൂ. ടോബിനെ നീന്തൽ പഠിപ്പിക്കാൻ കുളത്തിൽ കൊണ്ടുപോകുന്നുണ്ടോ? നീന്തലാ പ്രാഞ്ചേട്ടാ, ഇവൻ വെള്ളം കണ്ട തല ഇറങ്ങും. പിന്നെ എങ്ങനെ നീന്തൽ പഠിപ്പിക്കുക? അതൊക്കെ ഞാൻ പഠിപ്പിച്ചോളാടാ. ഇവിടെ ടോബി മോനെ,
ഈ 2 കൈയിലും പ്രാഞ്ചേട്ട അങ്ങോട്ട് കിടത്തും. പിന്നെ നീ കയ്യും കാലിട്ട് അടിക്കുമ്പോ തന്നെ അങ്ങോട്ട് നീന്തൽ ശരിയാവും. നീ എന്തുട്ട് വർത്താനാടാ പ്രാഞ്ചി പറയണ്ടേ? ഒറ്റ ദിവസം കൊണ്ടൊക്കെ ഒരാളെ നീന്തൽ പഠിപ്പിക്കാൻ പറ്റും. നമ്മള് ദിവസം പ്രാക്ടീസ് കൊടുക്കണം. ഒരു കാര്യം ചെയ്യാം, ഞാനും കൂടി വരാം. എന്ത് കാര്യത്തിന് നീ? കൊളത്തി കുളിക്കുന്ന ഒരാൾ അവിടെ ഇരുന്നോട്ടെ മര്യാദക്ക്. എന്നാ പിന്നെ പ്രാഞ്ചേട്ടന് പോവില്ല. ഞാൻ ഇടയ്ക്ക് പോണതല്ലേ. എണ്ണൊക്കെ മേല് തേച്ച് കുളത്തിൽ നീന്തി കുളിക്കണ സുഖമൊന്നും ഇപ്പോഴത്തെ പിള്ളേരെ അറിഞ്ഞിണ്ടാവില്ല. നീ ആ കാലം കൊണ്ട് നീട്ടിയുടെ ഞാൻ എണ്ണ വെച്ചേരാം. എന്താ പതിവില്ലാത്തൊരു സ്നേഹം? എന്തേ നമ്മുടെ ഉക്രൂന്റെ സോൾ കടിയല്ലേ? പ്രാഞ്ചേട്ടാ എന്നോടുള്ള സ്നേഹം അവനോട്. വിരുന്നുകാരനെ എപ്പോഴും നമ്മൾ കയറിയണം. ആ കാലം പ്രാഞ്ചേട്ടൻ ഇങ്ങോട്ട് വന്നേ. ഒന്നിങ്ങോട്ട് വാ പ്രാഞ്ചേട്ടാ. എന്തടി ഒന്നിങ്ങോട്ട് വാന്നു. എന്ത് കാര്യം? വേറെ വഴിയില്ല ചേച്ചി. അല്ല എന്താ എന്താണ്? ഇങ്ങോട്ട് വാ. അതെ, ആ ചെക്കന് കൊളുത്തി കുളിക്കണ ഇഷ്ടമില്ല. നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ? എനിക്ക് എന്താന്നറിയില്ലടി സൂസേ, അവനോട് പ്രത്യേക ഒരു ഇഷ്ടം. ഞാൻ അവന്റെ മുഖം ശ്രദ്ധിച്ച എന്തൊരു ഐശ്വര്യം അവന്റെ മുഖത്ത്. അതെ, ഞാനൊരു സത്യം പറയട്ടെ. എന്തേ? ഞെട്ടരുത്. ഇല്ല പറയേ. ആ ചെക്കൻ എന്തോ മാറാരോഗമുണ്ട്. പകരുന്ന സുഖേടാ. അയ്യോ ഞാൻ അറിഞ്ഞില്ലല്ലോ. എന്തുട്ടാ സൂക്കേട്? പിന്നെ ഈ തൊലിപ്പുറത്തും വയറുമേലൊക്കെ ഈ ചുവന്ന് തടുത്തിട്ട് കണ്ടാത്ത ഞെപ്പാവും. ടോബി മോനെ അറിഞ്ഞില്ലടാ ടോബി മോനെ. നമ്മടെ ഇവന്റെ ശരീരത്തിൽ മുഴുവൻ ചുമന്ന പാണ്ടുണ്ട് ഇത്ര. നമ്മുടെ വിമോനുണ്ടായില്ലേട്ടാ, അതുപോലെ മോൻ ഷർട്ടൂരടാ. നീ എന്താ കുരിശ് നിക്കണ മാതിരി നിക്കണ? അങ്ങോട്ട് മാറാടേ. നീ കുറച്ച് മഞ്ഞളും കുറച്ച് തുളസിയുടെ ഇലയും പറിച്ചിട്ട് ഇങ്ങോട്ട് വാ. അപ്പൊ ശരിയാക്കി തരാം ഞാൻ. ഷർട്ടൂര് ടോബി. എന്തേ ഇതിനെക്കാട്ടും നല്ലതേ ലോഡ്ജായിരുന്നു. നീ വന്നേ. ആ മരുന്നൊന്ന് പെരട്ടി ഒന്ന് ചൂടുവെള്ളത്തിൽ കുളിച്ച ഇപ്പൊ മാറും. അതെ ഊരാണ് ഷർട്ട്. ഞാനൊരു സത്യം പറയട്ടെ. എന്ത്? നീ എന്താണ്? അതെയാ? അപ്പൊ നിങ്ങളും കൂടി അറിഞ്ഞിട്ടുള്ള കല്യാണം അല്ലേ? എനിക്ക് അത്ര അറിയണ്ടായിരുന്നല്ലോ. അപ്പൊ ഞാനൊന്നും അറിഞ്ഞില്ല. അതെ. അവള് ചോദിക്കുന്നതെല്ലാം വാങ്ങിച്ചു കൊടുത്തു. ഒന്നല്ലേ ഉള്ളൂ എന്ന് കരുതി ഓമനിച്ചു. അതെനിക്ക് പറ്റിയ തെറ്റ് സാറ്. ഒന്നുള്ളെങ്കിൽ ഒലക്കേക്ക് തല്ലണം എന്നാണ്. എന്തായാലും ഇപ്പൊ ഒന്നും സംഭവിച്ചിട്ടില്ല. ഇനിയെങ്കിലും സൂക്ഷിക്കുക. ഒരു ഇത്തിരി ബുദ്ധിയും ബോധം നിനക്കുണ്ടെങ്കിൽ ഇവന്റെ കൂടെ നീ ഇറങ്ങി തിരിക്കോ? സ്വന്തമായിട്ട് വലിയ കമ്പനിയൊക്കെ നടത്തുന്ന ആളാന്ന് എന്നോട് പറഞ്ഞു. കമ്പനിയാ ഇവനാ? എന്തുട്ട് കമ്പനി? ഓ വെള്ളടി കമ്പനി. അവന് ഒരു കമ്പനി ഉണ്ട് ഇത്ര. ഇവൻ തന്നെ അറിയില്ല ഇവന്റെ കമ്പനി ആരാണെന്ന്. ചേട്ടാ ഒന്ന് ഉപദേശിച്ചാ മതി. ഇതൊക്കെ പ്രായത്തിന്റെ. നീലും ശ്രദ്ധിക്കും മോളെ. ശരി സർ. പോട്ടെ. ഓ പോട്ടെ സർ. ആ ശരി. എന്തരാ പോടാ ശാവി. ഉക്കുറോ ഇങ്ങോട്ട് വന്നേ. എന്താപ്പാ? ഇങ്ങോട്ട് വായ. എന്താപ്പാ? എന്തൂട്ടാളാ ഈ കാണിക്കണേ? ഒന്ന് ക്ഷമിക്കേ. ക്ഷമിച്ചാ ഈ നിലയ്ക്കായത്. ഞാൻ എത്ര നാള് ഫേസ്ബുക്കിൽ ചാറ്റ് ചെയ്ത് കഷ്ടപ്പെട്ടുണ്ടാക്കിയ മുതലെന്നറിയോ? എത്ര നാള് തീറ്റ വന്നിട്ട് തന്നെ ഈ നിലയ്ക്ക് വളർത്തിണ്ടാക്കിയത്. അതിന് വലുതാണോടാ അവള്. പോട്ടെ പോട്ടെ, കഴിഞ്ഞതോ കഴിഞ്ഞു. ഇനിയെങ്കിലും ഇങ്ങനെയൊക്കെ ഉണ്ടാവാണ്ട് സൂക്ഷിക്കേ. പ്രാഞ്ചേ
ആലീസ് എന്തായാലും വീട്ടിൽ പോയിട്ട് അവള് കളഞ്ഞ കാശ് കൊണ്ടുവരാനുള്ള തീരുമാനത്തിലാ. സൂസൻ എന്താ ചെയ്യാൻ പോണ്? അവളെന്നോട് പറയാണ്ട് തന്നെ കൊണ്ടുവരാനുള്ള പരിപാടിയില്ല. ആ ഞങ്ങളെ ഇറക്കി വിടല്ലേ പ്രാഞ്ചേട്ടാ. ഒരു സ്വയം തൊഴിൽ ചെയ്യാന്ന് കരുതിയതാ. 10 കാശ് കിട്ടിയാ നമ്മുടെ കുടുംബത്തോട്ടല്ലെന്ന് വിചാരിച്ചു. എടി ഞങ്ങൾ അറിയാണ്ട് 10 കാശുണ്ടാക്കാം. പാടത്ത് മണിക്കാൻ നിങ്ങൾ പോയി ഞങ്ങൾക്ക് ഈ വിഷമം ഉണ്ടാവില്ല. പലിശക്ക് കടം കൊടുത്തിട്ട് കിട്ടുന്ന ലാഭവും ശാപവും ഒന്നും ഈ കുടുംബത്തിൽ വേണ്ടാ. കർത്താവാണ്. ഇനി നിങ്ങൾ രണ്ടുപേരും അറിയാതെ ഞങ്ങൾ ഒന്നും ചെയ്യൂല. പ്രാഞ്ചേട്ടാ, ഒരു തവണത്തേക്ക് മാപ്പാക്കണം. പണം വാങ്ങിയവരുടെ കയ്യിൽ നിന്ന് അത് തിരിച്ചു കിട്ടാൻ ഞങ്ങളെ സഹായിക്കണം. പെണ്ണുങ്ങളല്ലേ നിങ്ങളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയത്? ചെന്ന് ചോദിക്കേ. ഇനി ആണുങ്ങളാണ് ഇടപെട്ടെങ്കിൽ ഞങ്ങൾ വരാം. ഡോക്ടറോ, കുടുംബത്തിരിക്കണ പെണ്ണുങ്ങളെ ബ്ലാക്ക് മെയിൽ ചെയ്ത് ജാതി പരിപാടി നീ ചെയ്താണല്ലോ. അടിച്ചതിന്റെ പള്ളിയാൻ കളി കിട്ടാം. നിന്റെ അപ്പന്റെ കിട്ടുന്ന മാറിയാവില്ല. അത് അറിയാലോ. ഒക്കത്തിനും കാരണം ഇവനാ പ്രാഞ്ചേട്ടാ. നിർത്തടി. ഇപ്പൊ ഇറങ്ങണ രണ്ടെണ്ണം ഇവിടുന്ന്. അയ്യോ പ്രാഞ്ചേട്ടാ, ഞങ്ങളെ ഇവിടുന്ന് ഇറക്കി വിടല്ലേ പ്രാഞ്ചേട്ടാ. പ്രാഞ്ചേട്ടൻ പറയുന്നേട്ട് ഞാൻ ജീവിച്ചോളാം. ഇനി ഒരു തെറ്റും മതി മതി, കുമ്പസാരൊക്കെ മതി. പ്രാഞ്ചിയെ, ഈ ഒരു പ്രാവശ്യത്തേക്ക് നമുക്ക് ക്ഷമിക്കടാ. മേലാൽ ഇങ്ങനെ ഞാൻ ചെയ്താൽ രണ്ടാളും കൂടിയാ പറയണേ. ആണുങ്ങളെന്താ മണ്ടന്മാരാന്ന് കരുതിയാ നിങ്ങള്? നിർത്തറ, സമാധാനായില്ലേ? ഈ നിലയ്ക്ക് നമുക്കൊരു കാര്യം ചെയ്യാം പ്രാഞ്ചേ. ഒരു ഊണ് കഴിച്ചാൽ ഇന്ന് ഇവിടെ ചിക്കൻ വെച്ചിട്ടില്ല. പോയി ചോറ് എടുക്കണേ. വാട പ്രാഞ്ചേ, ചോറിനാം.